ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NCCME കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാർട്ടി വ്ളോഗുമായിട്ടാണ്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിന്നറിന് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസും സ്റ്റാർട്ടർ മുതൽ അതുപോലെ തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും എടുക്കാത്ത നല്ലൊരു അടിപൊളി പുഡിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബീഫ് കറി, ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് വരട്ടിയതും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു വെജിറ്റബിൾ കട്ട്ലേറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നെയ്പത്തിരി റെഡിയാക്കി എടുക്കാനായിട്ട് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതൊരു 3 മുതൽ 4 മണിക്കൂർ വരെ നമുക്കൊന്ന് കുതിർത്തെടുക്കണം. ഇപ്പോൾ ഇതാ ഇനി ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത വെജിറ്റബിൾസൊക്കെ ഒന്ന് തണുത്താൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുക്കിംഗ് വേഗം ചെയ്യാൻ ഈസി ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ കട്ട്ലേറ്റിലേക്കുള്ള ആ ഒരു ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്തതാണ്. എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് കടിക്കാനും കിട്ടും. എന്നാലും നല്ല പോലെ നമ്മൾ മസാലയിൽ മിക്സ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇതിലേക്കൊക്കെ വേണ്ട ഉള്ളി ഒക്കെ റെഡിയാക്കി എടുക്കണമല്ലോ. നമുക്ക് ബീഫ് കറിയിലേക്ക് വേണം, ചിക്കൻ കറിയിലേക്ക് വേണം, അതുപോലെ കട്ട്ലേറ്റിലേക്ക് ഒക്കെ ഉള്ളി. ഇനി നമ്മൾ കുക്ക് ചെയ്യുന്നത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്നിൽ ബീഫ് കറിയും ഒന്നിൽ ചിക്കൻ കറിയും രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പം ബീഫ് കറിക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഓനിയനും അതുപോലെ ചിക്കൻ കറിയിലേക്കും ഓനിയൻ ഇട്ടിട്ട് നമ്മളത് വാടുന്ന സമയത്ത് ചിക്കൻ കറിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഞാൻ ചാപ്സ് ആക്കിയിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ്. പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് ഓരോന്ന് ചെയ്തെടുത്താൽ നമുക്ക് വലിയൊരു ഇതായിട്ട് തോന്നില്ല. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 2 വിസിൽ വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ചിക്കൻ ആയതുകൊണ്ട് വെന്ത് കിട്ടും. അതുപോലെ ബീഫും ഇതുപോലെ വേവിച്ചെടുക്കാം. ബീഫ് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പെട്ടെന്ന് വെന്തിട്ട് നമുക്ക് അടുത്ത കട്ട്ലറ്റിൻ്റെ മസാല റെഡിയാക്കണം.
ഇനി കട്ട്ലേറ്റിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് ഇപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ക്യാരറ്റ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസൊക്കെ വേവിച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ചിക്കൻ കട്ട്ലേറ്റ് ആണെങ്കിൽ ചിക്കനോ എന്ത് വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ മാഷ് ചെയ്തെടുത്തിരിക്കുന്ന പൊട്ടാറ്റോ അതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഒരു ടിപ്പ് എന്താണെന്ന് പറയാണ്, ഇപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ നമ്മൾ കട്ട്ലേറ്റ് റോൾ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളത് ബോളാക്കി എടുക്കുന്ന സമയത്തൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും, പൊട്ടിപ്പോവില്ല. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട് മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാലയും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന ബ്രെഡ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കണം. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് പൊടിച്ചതിന് ശേഷം കോട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ബെറ്ററായിരിക്കും. ഞാനിപ്പം വീണ്ടും പൊടിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി കട്ട്ലേറ്റ് എല്ലാം ബോളാക്കി എടുത്ത് നമ്മുടെ മുട്ടയുടെ വെള്ളയിൽ മുക്കി ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് റെഡിയാക്കി എടുത്താൽ നമ്മുടെ സ്റ്റാർട്ടർ റെഡിയായി. വേവിച്ചെടുത്തിരിക്കുന്ന ബീഫിലേക്ക് അതൊന്ന് നമ്മൾ വരട്ടിയെടുക്കാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ച് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു പുഡിങ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി വരുന്ന ഒരു കാരമൽ ബ്രെഡ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു പുഡിങ് അത്. ഇനി നമ്മൾ ആദ്യമായിട്ട് തന്നെ കാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ബേക്ക് ചെയ്യുന്ന പുഡിങ്ങിൻ്റെ ആ ഒരു ട്രേയിൽ ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. നമ്മൾ വേവിച്ചെടുക്കുമ്പം ഒന്ന് കവർ ചെയ്ത് വെക്കുക, കാരണം അതിലേക്ക് തിരിച്ച് വെള്ളം ഇറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കട്ട്ലേറ്റൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ പാല് തിളച്ച ശേഷം അതിലേക്ക് ബ്രെഡും കണ്ടൻസ് മിൽക്കും അതുപോലെ വാനില എസൻസും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സാണിത്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാരമലിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്ത ശേഷം
കട്ട്ലറ്റൊക്കെ നല്ലപോലെ പൊരിച്ചെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് നമുക്കൊന്ന് വെച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കാരമൽ ബ്രെഡ് പുഡിങ്ങും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാർട്ടർ മുതൽ ഡെസേർട്ട് വരെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതിൽ കാണുന്ന പൊറാട്ടയും മന്തിയും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പാർട്ടി വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.